നമസ്കാരം. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ജനപ്രതിനിധികൾ തന്നെ ചട്ടങ്ങൾ ലംഘിച്ച് ഇരട്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി അക്കൗണ്ടന്റ് ജനറലിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷും പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമാണ് നിയമവിരുദ്ധമായി മന്ത്രി ശമ്പളത്തോടൊപ്പം എം.പി. പെൻഷനും പൂർണ്ണ രൂപത്തിൽ കൈപ്പറ്റുന്നത്. അധികമായി വാങ്ങിയ തുക അടിയന്തരമായി തിരികെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് എ.ജി. പൊതുഭരണ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്തു നൽകി. ഈ സർക്കാർ രഹസ്യമാക്കിയെന്നാണ് ആരോപണം. ഇതോടെ എം.പി. രാജേഷ് കടുത്ത പ്രതിസന്ധിയിലാകുമെന്നും റിപ്പോർട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ എ.ജിയുടെ കത്ത് എം.പി. രാജേഷ് അറിഞ്ഞില്ലെന്നും സൂചനയുണ്ട്. അങ്ങനെ വന്നാൽ നിയമസഭയിലേക്ക് മത്സരിക്കാൻ എം.പി. രാജേഷിന് ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടില്ല. നാമനിർദ്ദേശ പത്രിക നൽകിയാലും സൂക്ഷ്മ പരിശോധനയിൽ എതിർ സ്ഥാനാർത്ഥിക്ക് വിഷയം ചർച്ചയാക്കാം. അങ്ങനെ വന്നാൽ പത്രിക തള്ളുന്ന സാഹചര്യം വരെ ഉണ്ടാകും. 1954 പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം, അലവൻസ്, പെൻഷൻ നിയമപ്രകാരം ഒരാൾ മന്ത്രി എന്ന നിലയിൽ ശമ്പളം കൈപ്പറ്റുമ്പോൾ എം.പി. പെൻഷൻ തുകയിൽ ആനുപാതികമായ കുറവ് വരുത്തേണ്ടതുണ്ട്. അതായത് എം.പി. പെൻഷൻ എത്രയാണോ ആ തുക കുറിച്ചുള്ള തുക മാത്രമേ മന്ത്രി ശമ്പളമായി വാങ്ങാൻ പാടുള്ളൂ. എന്നാൽ ഈ ചട്ടം ലംഘിച്ചുകൊണ്ട് 2 മന്ത്രിമാരും 2 തുകയും പൂർണ്ണമായി കൈപ്പറ്റുന്നതായാണ് ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരുമായി ബാധ്യത 2 പേർക്കുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മത്സരിക്കുന്നതിന് ഇത് ബാധ്യതയായി മാറും. അക്കൗണ്ടന്റ് ജനറൽ പുറത്തുവിട്ട ഇൻസ്പെക്ഷൻ റിപ്പോർട്ടിൽ അതീവ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. എം.പി. രാജേഷും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പെൻഷൻ തുക കുറയ്ക്കാതെ തന്നെ ശമ്പളം കൈപ്പറ്റുന്നത് നിയമവിരുദ്ധമാണെന്നും റിപ്പോർട്ട് അടിവരയിടുന്നുണ്ട്. പാർലമെന്ററി റെസിഡ്യൂവറി പെൻഷൻ എത്രയാണെന്നും അത് മന്ത്രിമാരുടെ ശമ്പളത്തിൽ നിന്നും എത്രത്തോളം കുറയ്ക്കണമെന്നും വ്യക്തമാക്കുന്ന രാജ്യസഭ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസിൽ നിന്നുള്ള കത്ത് ഹാജരാക്കാൻ പൊതുഭരണ വകുപ്പിനോട് എ.ജി. ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചട്ടവിരുദ്ധമായി കൈപ്പറ്റിയ തുക കൃത്യമായി കണക്കാക്കി അത് ഖജനാവിലേക്ക് തിരികെ അടപ്പിക്കാനാണ് എ.ജിയുടെ കർശന നിർദ്ദേശം. എന്നാൽ ഇക്കാര്യം മന്ത്രിമാർ അറിഞ്ഞില്ലെന്നാണ് സൂചന. കണ്ണൂരിൽ നിന്നുള്ള എം.എൽ.എ ആണ് കടന്നപ്പള്ളി. നായനാരെ തോൽപ്പിച്ച് ലോക്സഭാ അംഗമായ നേതാവാണ് കടന്നപ്പള്ളി. പിന്നീട് കണ്ണൂരിൽ മത്സരിച്ച നിയമസഭാ അംഗവുമായി. മന്ത്രിയായപ്പോഴും ലോക്സഭാ പെൻഷൻ കൈപ്പറ്റി. പാലക്കാട് നിന്നുള്ള ലോക്സഭാ അംഗമായിരുന്ന എം.പി. രാജേഷ് തൃത്താലയിലെ എം.എൽ.എ ആണ് നിലവിൽ. മന്ത്രി എന്ന നിലയിൽ ശമ്പളം പറ്റുന്ന രാജേഷും കടന്നപ്പള്ളിയും പെൻഷൻ വാങ്ങുന്നത് ചട്ടവിരുദ്ധമാണ്. ഇതാണ് എ.ജി കണ്ടെത്തുന്നത്. ജനുവരി 19 എ.ജി കത്തയച്ചത്. മന്ത്രിമാരുടെ പെൻഷൻ വിവാദത്തിന് പുറമെ പൊതുഭരണ വകുപ്പിലെ മറ്റ് ചില അപാകതകളും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാര്യക്ഷമമല്ലാത്ത പ്രവർത്തനം മൂലം 1.95 കോടി രൂപയുടെ ആക്സസ് കൺട്രോൾ സിസ്റ്റം ഉപയോഗശൂന്യമായി കിടക്കുന്നതും അനുവദനീയമായ എണ്ണത്തേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചതും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. വിരമിച്ച ജോയിന്റ് സെക്രട്ടറിയെ ചട്ടങ്ങൾ പാലിക്കാതെ പുനർനിയമിച്ചതിനെതിരെയും എ.ജി രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ പണമില്ലെന്ന് പറയുമ്പോഴും മന്ത്രിമാർ നടത്തുന്ന ഇത്തരം നിയമലംഘനം വരും ദിവസങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിതെളിക്കും. കാറ്റിൽ പറത്തി മന്ത്രിമാർ ഇരട്ട ആനുകൂല്യം കൈപ്പറ്റുന്നത് തീർത്തും നിയമവിരുദ്ധമാണ്. സാധാരണക്കാരൻ അറിവില്ലായ്മ കൊണ്ട് വാങ്ങുന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ പോലും പലിശ സഹിതം തിരിച്ചടപ്പിക്കാൻ കരുതുന്ന സർക്കാർ സംവിധാനങ്ങൾ മന്ത്രിമാരുടെ ഈ പച്ചയായ നിയമലംഘനത്തിന് നേരെ കണ്ണടക്കുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്.